കടി എഴുതുമ്പോ കാണാൻ നല്ല രസം. ഇടയ്ക്ക് ദുഃഖം, ഇടയ്ക്ക് ദേഷ്യം, എന്തൊക്കെ എക്സ്പ്രഷനാണ്. ഇതാണ് ഞാൻ പുറത്തെ മുറിയിൽ നിന്ന് എഴുതിക്കൊള്ളാന്ന് പറയുന്നത്. മറ്റുള്ളവർ നോക്കി എനിക്ക് എഴുതാൻ പറ്റില്ല. ഞാനല്ലേ? ആരായാലും. വാടക വീട്ടിനടുത്ത് ആ പെണ്ണ് നോക്കി നിൽക്കുമ്പോ ഇൻസ്പിറേഷൻ ജാസ്തിയായിരുന്നു അല്ലേ? ആ വിഷയം എടുത്തില്ല എന്ന് മുമ്പേ നീ വാക്ക് പറഞ്ഞത്. അവൾ അയലോക്കത്തുണ്ടായിരുന്നു, അത്രമാത്രം. ആവോ. എന്നാ ലീവ് കിട്ടുക? ബാംഗ്ലൂരിലെ ഊട്ടിയിലെ എല്ലാ ഏർപ്പാടും ചേട്ടന്റെ ഫ്രണ്ട്സ് ചെയ്യും. 2 ദിക്കുന്നും കത്തുണ്ട്. യാത്രയ്ക്കും ഷോപ്പിങ്ങിനും കൂടി പണം തരാമെന്ന് ചേട്ടൻ ഏറ്റിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി കൊടുത്ത അഡ്വാൻസ് കിട്ടും, അതും കൊണ്ടുപോവാ. ചേട്ടന്റെ പണത്തിന് ടിക്കറ്റ് വാങ്ങിയാൽ വണ്ടിയിലും ബസ്സിലും കയറ്റില്ലായിരിക്കും. എന്നും ഒരാളെ ആശ്രയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാവില്ല. ഒരു 100 തവണയായി ഞാനിത് കേൾക്കുന്നു. എന്റെ ചേട്ടനേക്കാൾ വലിയ സാഹിത്യമൊന്നും കൈയിരിപ്പില്ലല്ലോ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും അന്വേഷിച്ചത് ഇക്കണ്ട കാലം ഞാനായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി നിനക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ബുദ്ധിയുള്ളൂന്ന് ആദ്യം അറിയേണ്ടതായിരുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. അനങ്ങാതൊരു ഭാഗത്ത് കിടന്നുള്ളൂ. പിണങ്ങിയോ? മുഖം വെറുപ്പിക്കാതെ ഒരു ദിവസം നിന്നെ കാണാൻ കൊതിയായി തുടങ്ങി. അങ്ങനെയൊക്കെ തോന്നും ഇപ്പൊ. ചെറിയ കുട്ടികളെ പോലെ എന്തിനു പിണക്കം, വാശി? നമുക്ക് പോവാം, എന്ന് വേണേലും പോവാം. ഭാരത് നിശ്ചയിച്ചാൽ മതി. ഊട്ടിയിലും ബാംഗ്ലൂരിലും ഒക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഇപ്പൊ. സമയം 7:30 പുള്ളി ചിലപ്പോ എവിടെയെങ്കിലും എൽഡപ്പായിട്ടുണ്ടാകും. വനജയ്ക്കാണ് ഭയങ്കര നിരാശ. ജയദേവന്റെ ഭാര്യ അറിയുമെന്ന് പറഞ്ഞു പോയപ്പോ തുടങ്ങി ബഹളം. പിന്നൊരു ദിവസം വരാം. വരേണ്ട സമയം കഴിഞ്ഞു. 5:30 എത്തണമെന്ന് ഞാൻ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു. പോട്ടെ, പിന്നെ കാണാം. നമുക്ക് പോകാം. പോട്ടെ. ശരി. എന്റെ ചില പരിചയക്കാരികൾ വന്നിരുന്നു. അവരിപ്പോൾ പോയി. 5:30 വരാമെന്ന് പറഞ്ഞ ആളെ 7:30 കാത്തിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇറങ്ങാൻ നിന്നപ്പോ 1-2 ഫ്രണ്ട്സ് വന്നു, തിരുവനന്തപുരത്ത് നിന്ന്. എഴുത്തുകാരാ. പിന്നെ അവരുമായിട്ട് സംസാരിച്ചിരിക്കേണ്ടി വന്നു. എഴുത്തുകാരനെ കാണാൻ കൂടിയാണ് ഇവരും വന്നത്. ഇവിടുത്തുകാരല്ലേ, ഇനിയും വരാലോ. ഇവര് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കാണാൻ മാത്രം വന്നതാ. സാഹിത്യം പറഞ്ഞിരിക്കാനാണെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? നീ പറയുന്നത് കേട്ടാത്തൊന്നും സാഹിത്യം പറഞ്ഞിട്ട് വല്ല പരദൂഷണം പോലെയാണ്. ഞാനൊന്നും പറയുന്നില്ല. കുളിച്ചുണ്ണാൻ നോക്കിക്കോളൂ. ഞാൻ അവരോട് കഴിച്ചു, ഇനിയൊന്നും വേണ്ട. ഹോട്ടൽ ഷാപ്പാടിന്റെ ശീലം എത്രയായാലും വിടില്ല അല്ലേ? ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? ആ കുട്ടി ഇവിടെ വന്ന് വനജയില്ലേ, എഴുതിയതൊക്കെ വള്ളി പുള്ളി വിടാതെ വായിച്ചിട്ടുണ്ട്. ഭയങ്കര കമ്പം. ഓഹോ. കലാനിധി വിശേഷാൽ പ്രതിയിൽ വന്ന കഥയിലെ വിക്ടോറിയ പഴയ അയൽക്കാരിയാണെന്ന് ആ കുട്ടി പറഞ്ഞു. ശരിയാണോ? അറിയില്ല. അവരോട് തന്നെ ഗവേഷണം നടത്താൻ പറയണം. പലരെയും മോഡലാക്കേണ്ടി വരും എഴുതുമ്പോൾ. പലരുടെയും ഛായ കാണും. അവളൊരു നല്ല ക്യാരക്ടറാ. എപ്പോഴെങ്കിലും എഴുതിയേക്കും, ഇൻസ്പിറേഷൻ വരുമ്പോ. ഇൻസ്പിറേഷൻ തേടി ഇപ്പോഴും ആ വഴിക്കൊക്കെ പോകുന്നുണ്ടാവോ? ഭാരതി, വേണ്ട, ഞാനൊന്നും പറയുന്നില്ല.
ഞാൻ ഏറ്റവും ആരാധിക്കുന്ന കഥാകാരൻ അങ്ങാണ്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദങ്ങളാണ് അങ്ങയുടെ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്. ഇന്ദിര. ഏതാണ് ഈ ഇന്ദിര? ഓ, ഇതോ ഏതൊരു വായനക്കാരി. മറുപടി അയച്ചോ? ഓ, പതിപോലെ എന്തോ 2 വാചകം എഴുതി. നിസ്സാരം. എന്തോ എഴുതി. എല്ലാം അടിയറ വയ്ക്കുന്നതാണല്ലോ കത്ത്. അത്ര നിസ്സാരമായി തള്ളണോ? നിർബന്ധമാണെങ്കിൽ പതുക്കെ. എഴുത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞതല്ല, നീ ആ മൂഡ് നശിപ്പിച്ചു. കിടക്കാറായില്ലേ? എനിക്കിനിയും കത്തുകൾ വരും. ആണുങ്ങളും പെണ്ണുങ്ങളും എഴുതും. അവരാണ് എന്നെ നിലനിർത്തുന്നത്. അത് നിനക്കറിയില്ല. നിനക്കറിയില്ല എന്നൊരു ശീലം കൊണ്ട് പറഞ്ഞു പോയി. മാപ്പ്. വഴക്കിടാ, വന്ന് കിടക്ക്. ചിലതങ്ങനെ ശീലമായാൽ മാറില്ല. ഇടയ്ക്ക് മുനിയെ പോലെ ഒരു അക്ഷരം മിണ്ടാതെ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതെന്ത് ശീലമാണ്? എനിക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ? യന്ത്രം പോലെ ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. ചിന്ത, ചിലപ്പോൾ ദുഃഖം. ശീലങ്ങൾ മാറില്ല. അയൽക്കാരിപ്പെണ്ണിനെ ഓർത്ത് ദുഃഖിക്കുന്നതും ശീലമായോ ആവോ? അവളെ ഓർക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വിഷമം തോന്നും. ഒരു നല്ല ഫ്രണ്ടായിരുന്നു. കാശ് കൊടുക്കുന്ന ആരോടും അവൾക്ക് വലിയ ഫ്രണ്ട്ഷിപ്പാണെന്ന് ആലീസ് പറഞ്ഞു. അത്ര ദുഃഖിക്കാനൊന്നുമില്ല. ഓഹോ, എനിക്കറിയില്ല. എന്നോട് കാശ് ചോദിച്ചിട്ടില്ല. അവൾക്ക് എന്നെ മനസ്സിലായിരുന്നു എന്നതാണ് സത്യം. എന്ത് എന്ത് സത്യം? സത്യമല്ല, ഇപ്പോഴത്തെ എന്റെ ദുഃഖം. മനസ്സിലായില്ല. നിനക്കൊരിക്കലും മനസ്സിലാവില്ലടി. പതുക്കെ. കിഷൻ നായരുണ്ട് അടുക്കളയിൽ. സാക്ഷാൽ വി പി സാറിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞവൾ, ഗ്രന്ഥപ്പുരയുടെ വായു ശ്വസിച്ച് വളർന്നവൾ, പീഠത്തിൽ ദേവതയെ പോലെ പ്രതിഷ്ഠിച്ച ഞാനാണ് വങ്കൻ. നോക്കുമ്പോ ദേവതയുടെ കാലുകൾ വെറും കളിമണ്ണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം 3 ജന്മം തപസ്സിരുന്നാലും നിനക്ക് മനസ്സിലാവില്ല. ആ, ഇത് ജയദേവന്. അവനെന്താ ലീവാണോ ഓഫീസിലെ? ഓഫീസിൽ നിന്ന് 2 തവണ വിളിച്ചിരുന്നു. ഓരോരുത്തർക്ക് എഴുതി കൊടുക്കാൻ അവരുടെ സ്ഥലത്ത് പോയിരിക്കണോ? വർഗീസ് സാറിന് രാവിലെയും വിളിച്ചു. ആ, ചിലർക്ക് നിർബന്ധമാണ്. ആളെ കസ്റ്റഡിയിൽ എടുക്കുക അവർക്കൊരു മേനിയാണ്. 2 ദിവസമെന്ന് പറഞ്ഞു പോകുന്നയാൾ 5-6 ദിവസത്തേക്ക് പിന്നെ കാണില്ല. കൂടുതൽ ബിസി, കൂടുതൽ ഡിമാൻഡ്. സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പുതിയ സെറ്റുകാരുണ്ട്. അവരാണ് ഇത്ര നാശാക്കുന്നത്. പണ്ടില്ലാത്തതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദിവസം ഒന്ന് പറഞ്ഞ പോലെ ഉണ്ട് കുടി. കമ്പനിക്ക് സ്വല്പമൊക്കെ വേണ്ടിവരും. സാരമില്ല, ജോലി കളയാൻ നോക്കണം, അത്രമാത്രം. വയറ്റുപഴുപ്പിൽ എഴുതാൻ തുടങ്ങിയാൽ ക്വാളിറ്റി പോകും. അതാണ് ജോലി കൊണ്ടുള്ള സൗകര്യം. ഓഫീസ് വിട്ടാൽ നേരെ ഇവിടെ വരണം. ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി. സെറ്റുകാരോട് സാഹിത്യം പറഞ്ഞാലേ ഉറക്കം വരുമെങ്കിൽ അവറ്റ ഇങ്ങോട്ട് വന്നോട്ടെ. ചേട്ടൻ ശരിക്ക് ചീത്ത പറയണം. ഓക്കെ ഓക്കെ. ചേട്ടനെപ്പോ വന്നു? എറണാകുളത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി നമ്മുടെ കേരള നാടുകാർ വിളിച്ചു. അവരുടെ ഒരു കഥാമത്സരം ജഡ്ജ് ചെയ്യാൻ. ഒരു ഗൾഫുകാരന് ഗിഫ്റ്റാ. ഒന്ന് 2 കമ്പനികളിൽ വെച്ച് ഓരോ പെഗ് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം ഇവിടെ കലാപമാണ്. അതുകൊണ്ട് ഒരു അപകടവും വരില്ലെന്ന് ചേട്ടൻ തന്നെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കണം. ലീവിന് എഴുതി കൊടുത്തിട്ട് തന്നെയാണോ സർക്കിട്ട്? ജോലി ഭയങ്കര ബോറായിരിക്കുന്നു ചേട്ടാ. 8 മണിക്കൂർ കുത്തിയിരുന്ന ആ പീറ പണി ചെയ്ത് പുറത്തു വന്ന ഒരു വസ്തു ആലോചിക്കാൻ പറ്റില്ല. ചെലവിനുള്ള കാശ് എഴുതിയാ കിട്ടും. ഞാനിൽ പോകുന്നില്ല. ധൃതിയിലൊന്നും തീരുമാനിക്കണ്ട. 600 രൂപയ്ക്ക് വേണ്ടി ഒരു 100 ആളുടെ മുമ്പിൽ സാറെന്ന് പറഞ്ഞ് നിൽക്കണം. ഭയങ്കര ബോറ്. സന്ധ്യയ്ക്കുള്ള ട്രാൻസ്പോർട്ടിന് എത്തുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സാരമില്ല, രാവിലെ ഫസ്റ്റ് ബസ്സിന് പോകാം. സാൾ ബലുവിനെ പറ്റി ഞാനൊരു സ്റ്റഡി എഴുതിയിട്ടുണ്ട്. സാറൊന്ന് വായിച്ചു കേൾക്കണം.
ജയദേവൻ തന്റെ കൂടെയല്ലേ? അതെ. ചങ്ങമ്പുഴയ്ക്ക് ശേഷം സാഹിത്യത്തിൽ ഒരു സ്റ്റാർ ഉണ്ടാവുകയാണ്. ഞാൻ നേരിട്ട് പരിചയമായിട്ടില്ല. ആ വീട്ടിലുണ്ട്. അത് ഇതിന്റെ ക്ലൈമാക്സ് നന്നായിരിക്കണം. അത് നമുക്ക് ഊട്ടിയെടുക്കാം. ആ ശരി. ചേട്ടാ, ഇത് എന്റെ ഫ്രണ്ട്സാണ്. ചേട്ടനെ പിന്നെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഇവരെന്റെ ഒരു കഥ സിനിമയാക്കാൻ പോകുന്നു. ഇത് മിസ്റ്റർ ജോർജ്, മിസ്റ്റർ ബാബു, മിസ്റ്റർ സൈനുദ്ദീൻ. ഓ, ഇത് എന്റെ പ്രൊഫസറായിരുന്നു, ഡോക്ടർ ശേഖരപിള്ള. ഇത് ജയദേവൻ. ഓ, ഞാൻ പിന്നൊരു ദിവസം വരാം. എനിക്ക് 8:30 എക്സ്പ്രസ് കിട്ടും. ഇരിക്കുന്നില്ലേ? പിന്നെ വരാം. ചേട്ടൻ ഞാനൊരു ചെറിയ കുട്ടിയല്ല. മതി ഉപദേശം. ഒന്നും മിണ്ടാതിരിക്കൂ. മിണ്ടിയാൽ എന്റെ തല കൊയ്തെടുക്കൂ. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പ് വെച്ച് പെരുമാറിയതുണ്ടോ? എന്തൊരു ഇൻസൾട്ടാണ്. അതിന് ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടാ, ഇത്ര നേരത്തെ എങ്ങോട്ടാ? ചേട്ടാ, ഇന്നലെ അവര് പുറത്തേക്ക് ക്ഷണിച്ചപ്പോ ഇവിടെ സ്കോച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സൽക്കരിച്ചു. ആയിക്കോളൂ. പക്ഷെ ഒരു വ്യവസ്ഥ, ഇവളെ, എന്റെ പെങ്ങളെ കരയിക്കരുത്. കള്ളുകൂടി പഠിക്കാനും ഒരു ഗുരു വേണം. രക്ഷിതാക്കന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും എന്നാണ് ഒരു രക്ഷ കിട്ടുക? ഒന്ന് കുളിച്ചാലേ രാത്രിയിലെ ചൂട് തണുക്കൂ. ഡോക്ടർ പിള്ള തന്നെ കാണാനാണ് എന്റെ കൂടെ വന്നത്. അറിയാമോ? നിങ്ങളൊക്കെ എന്നേ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. അതറിയാമോ? ഇപ്പൊ മനസ്സിലാക്കുന്നു. ഇവിടെ ആളുകളെ വലുതാക്കുന്നത് നിങ്ങൾ ചിലതാണെന്നുള്ള ധാരണ വെറും മിഥ്യ. ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന എനിക്കുണ്ട്. ഒരു രക്ഷിതാവ് ഉണ്ടാക്കി തന്നതല്ല. രക്ഷിതാവ്. ഒന്നും മിണ്ടാതിരിക്കോ. ഇപ്പോഴും തലയ്ക്ക് വെളിവായിട്ടില്ലെന്ന് കരുതിയാ മതി. കുട്ടി, ഞാനൊന്നും പറയുന്നില്ലല്ലോ. ഇതെന്റെ വീടായി പോയി. നീ എന്റെ പെങ്ങളുമായി പോയി. കടൽ കിഴവനെ പോലും എന്റെ ചുമലിൽ കയറി ഒറ്റ ഇരിപ്പാണ്. എന്റെ വീട്. എനിക്ക് എവിടെയെങ്കിലും ഒരു വാടക വീട് കിട്ടും. ഇപ്പോഴിറങ്ങണം ഇവിടുന്ന്. ആരുടെ ദൈവം നമുക്ക് കഴിയണ്ട. നീ വേഗം റെഡിയാ. ഇപ്പൊ തന്നെ. വേണ്ട. പറഞ്ഞതിൽ ഒരു വാക്ക് എനിക്ക് തെറ്റി. ഇതെന്റെ വീടല്ല, വീടുകളുടെയാണ്. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ബുദ്ധിപൂർവ്വം ചെയ്തു വെച്ച ഒരു കാര്യം. ഇറങ്ങിപ്പോകേണ്ടത് ഞാനാണ്. ചേട്ടൻ എന്തായി പറയുന്നത്? എന്നാൽ ഇറങ്ങി പോണം. ഞങ്ങൾക്ക് ഇത്തിരി സൗകര്യം കിട്ടട്ടെ. എടാ ജയദേവ, Get out! സംസാരിക്കരുത്. ശാന്തമായി കിടക്കും. ഞാനിവിടെ തന്നെ ഉണ്ടാവും. എങ്ങനെ സാർ, കുറവുണ്ടോ? സാർ ഫോട്ടോ എടുത്തോട്ടെ. ഡോക്ടർ ഇപ്പോൾ വരും. അദ്ദേഹത്തോട് ചോദിക്കും. മിസ്സസ് ജയദേവൻ വന്നില്ലേ? സർ, എങ്ങനെയുണ്ട് സർ? ബോധമുണ്ടിപ്പോൾ. ഞാനൊന്ന് കണ്ടോട്ടെ. ഒന്ന് സംസാരിക്കില്ല. എക്സൈറ്റഡ് ആവുന്നത് രോഗത്തിന് നല്ലതല്ല. നിർബന്ധമാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചു നോക്കാം. നമ്മൾ കെയർഫുൾ ആയിരിക്കണമല്ലോ. പപ്പടം കാച്ചേണ്ട പണിയേ ഉള്ളൂ ബാക്കി. മേനോൻ സാറ് പറയായിരുന്നു. വരില്ല. ചേട്ടനറിയാൻ പറയാതെ തന്നെ. ഒരു മുണ്ടും വേഷ്ടിയും കൊടുത്തയച്ചു രാവിലെ തന്നെ. ഒക്കെ തണുത്തിട്ടുണ്ടാവും. മണി 3 ആയില്ലേ? എത്ര നേരാച്ചിട്ടാ കാത്തിരിക്കുക? നല്ലൊരു ദിവസമായിട്ട് പട്ടിണിക്ക് ഇരിക്കണ്ട. കുട്ടി ഉണ്ടോളും. ആരേ? കൃഷ്ണനാരെ, കുറച്ച് വെള്ളം. 3-4 ഗ്ലാസ് കൊടുത്തോ. അല്ല ഇവന്മാരൊക്കെ തന്തേരമായ സാഹിത്യം
നാശങ്ങളൊക്കെ കൂടിയുണ്ട്. നല്ല ലെവലാണ് വരുമ്പോ തന്നെ. സാഹിത്യം വിട്. കുട്ടി വേഗം ഉണ്ടോളൂ. ജയദേവ, നിന്റെ ഭാര്യയെന്ന് വിളിക്ക്, ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തേ. ആ, നീ ഇവിടെ ഉണ്ടോ? ചെവി കേൾക്കില്ല. അവര് എന്റെ ചില ഫ്രണ്ട്സാ. അവർക്ക് നിന്നെ പരിചയപ്പെടണം. വാ. ദയവായി മിണ്ടാതൊരു ഭാഗത്തിരിക്കണം. ഹാ, അവർക്ക് നിന്നെ പരിചയപ്പെടണമെന്ന്. ഈ തെണ്ടികളുടെ മുമ്പിൽ എന്നെ പ്രദർശിപ്പിക്കണം. അവറ്റോട് കടന്നു പോകാൻ പറയൂ വിശ്വനാഥൻ. അവരെന്റെ ഫ്രണ്ട്സാ. എനിക്ക് വേണ്ടി മരിക്കും. അവരെ തെണ്ടികളെന്ന് വിളിച്ചാ എന്നെ വിളിക്കുന്ന ഫലമാ. ചേട്ടനെ പുറത്താക്കിയ പോലെ ഇനി എന്നെയും കളയും. എനിക്കറിയാം. ഞങ്ങൾ പോട്ടെ. നിൽക്കൂ. ഇവള് പറയുന്നത് ആരും സാരമാക്കരുത്. ഞാൻ മാപ്പ് പറയുന്നു. പിന്നെ വിളിക്കാം. ഓൾ റൈറ്റ്. പറ. സോറി. ഭാരത് ക്ഷമിക്കും. ഞാൻ ആകെ അസ്വസ്ഥനാകുമ്പോ എന്തൊക്കെയോ ചെയ്തു പോകുന്നു. രണ്ടാമത്തെ പുസ്തകം പുറത്തു വന്നപ്പോ പണ്ട് നല്ലത് പറഞ്ഞവരൊക്കെ എതിർക്കുന്നു. മുമ്പൊരിക്കൽ ചേട്ടന്റെ കൂടെ വന്ന ആ റാസ്കൽ, ആ തന്ത, ഒരു ഡോക്ടർ പിള്ള, തെരുവിലെ പിള്ളേർ കണ്ടതൊക്കെ പെറുക്കിയെടുത്ത് കുത്തി നിറച്ചൊരു കീറച്ചാക്കാണോ നോവലെന്ന് എഴുതി ഇന്ന് രാവിലെ വന്ന വീക്കിലിൽ. നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുക എല്ലാവരും ചേർന്ന്. ചിരിച്ചു കളിച്ച് കൂടെ കൂടിയവനൊക്കെ തരം കിട്ടിയാ പിന്നെ ഇത് കുത്തും. അവനവനിൽ വിശ്വാസം ഉണ്ടായാൽ മതി. ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. പുതിയ പത്രം തുടങ്ങാമെന്ന് പറഞ്ഞവരെ പിന്നെ കണ്ടില്ല. ആ സിനിമാക്കാരും വന്നില്ല. കുറച്ചു ദിവസമായി വീട്ടു ചെലവ് എങ്ങനെയാ കഴിയണമെന്നറിയില്ല. അത് സാരമില്ല, ഒക്കെ ശരിയാവും. എനിക്കിന്ന് എന്ത് ഭ്രാന്താണാവോ കാര്യം. അല്ലെങ്കിൽ ഈശ്വരൻ, ഞാൻ എന്താ ചെയ്തത്? സാരമില്ല, പോട്ടെ. അതൊന്നും സാരമില്ല.